ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഷിലു ആണ്. ആൾ ഫിസിയോതെറാപ്പിസ്റ്റാണ്. കോട്ടയാണ് സ്വദേശം. ഇപ്പോൾ എറണാകുളത്തേക്ക് വണ്ടിയായിട്ട് വന്നതാണ്. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആളാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം ഷിലുവിൻ്റെ എക്സ്പീരിയൻസ് പറയും. ആൾ ഇവിടുന്ന് ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ ലെവലായി UK പോകാൻ പോവുകയാണ്. അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കാനാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഏകദേശം ഒരു 4 മണി വരെ പിന്നെ ട്രെയിനിങ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഷിലു എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്ര കംഫർട്ടബിൾ ആയിരിക്കുമായിരുന്നു. കാരണം എനിക്ക് ഉള്ളിൽ പണ്ട് മുതൽ ഞാൻ ഡ്രൈവിങ്ങിനോട് ഒരു ബന്ധമില്ലാത്ത ആളാണ്. എനിക്ക് സൈക്കിൾ പോലും അറിയാത്ത ഒരാളാണ്. പണ്ട് മുതലൊരു ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ബട്ട് സർപ്രൈസിംഗ്ലി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു പീസ്ഫുൾ നേച്ചറായിട്ടുള്ള ഒരാൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ളവർ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു, കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. ബട്ട് അവർ കുറച്ച് എന്താ പറയുക, അവരോടൊപ്പം എനിക്ക് അത്രയും കംഫർട്ടബിൾ ആവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ കൂടെ എനിക്ക് ഇത്രയും പീസ്ഫുള്ളായിട്ട് ഓരോ പോയിൻറ്റ്സും കാര്യങ്ങളും വളരെ നന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ രാവിലെ വന്നാണ് ഞാൻ വൈകുന്നേരം ഇപ്പോൾ ഏകദേശം 5 മണിയോളം ആവാറായി. അതുവരെ കണ്ടിന്യൂസ് ഞാൻ തന്നെയാണ് എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിച്ചത്. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നല്ല വ്യക്തമായിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാനിപ്പോൾ തിരിച്ചു പോകുമെന്ന്. പക്ഷേ ഞാൻ തന്നെ സ്വയം സർപ്രൈസ്ഡാണ്. ഞാൻ വളരെ ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് തന്നെ ആണെങ്കിലും എനിക്കിപ്പോൾ എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതിനെല്ലാം പുള്ളിക്കാരനുമാണ് എല്ലാം എനിക്കിപ്പോൾ ഉള്ളത്. പിന്നെ ആകെപ്പാടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരെങ്കിലും ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് തന്നെ ആക്ച്വലി എനിക്ക് പെട്ടെന്ന് UK ഒരു ഓഫറാണ് കിട്ടിയത്. ജോബ് ഓഫർ വന്നു. അപ്പോൾ ആ ജോബ് ഓഫറിന് വേണ്ടിയിട്ട് എനിക്ക് ഡ്രൈവിംഗ് കമ്പൾസറി ആണ്. അപ്പോൾ ഡ്രൈവിംഗ് ഞാൻ ലൈസൻസ് കിട്ടിയാലും ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് പഠിക്കേണ്ടി വന്ന് എനിക്ക് ഒരുപാട് സമയമില്ലായിരുന്നു. അപ്പോൾ പുള്ളിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു. അപ്പോൾ അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഏതായാലും എനിക്ക് അത്യാവശ്യമുള്ളതാണെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നു. പക്ഷേ വളരെ സർപ്രൈസ് ആയിരുന്നു. എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. വളരെ നന്നായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ പോയിൻറ്റ്സ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പോകാനുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പുള്ളീൻ്റെ എന്താ പറയുക, റെഫർ ചെയ്യും. കാരണം പുള്ളി വളരെ ഹെൽപ്ഫുള്ളാണ് സീരിയസ്ലി. കാരണം ഇങ്ങനത്തെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പഠിക്കണം, ആവശ്യമുണ്ട്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ദിവസം പഠിച്ചാൽ മതി. സീരിയസ്ലി നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസും നല്ല ഇത് കിട്ടും, പ്രാക്ടീസും കിട്ടും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ ശരിക്കും റെഫർ ചെയ്യുന്നു പുള്ളീൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് സർ. പുള്ളി കാരണം എനിക്കിന്ന് നന്നായിട്ട് ശരിക്കും പഠിക്കാൻ പറ്റും. ഷിലു പറഞ്ഞതിൽ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒരു ദിവസം മതി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നാളത്തെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ കിട്ടേണ്ട കാര്യം കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നമില്ല, പിന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവും. അല്ലാണ്ട് ഒരുപാട് നാൾ ഡ്രൈവിങ് പിന്നെ പോയി പഠിച്ചാൽ ഈ സംഭവം ആവുമെന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അത് ശരിയല്ല. അതിപ്പം ഷിലു തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളോട്, ഷിലുവിന് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി. ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ക്ലാസ് വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ 9400600735. നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡേയ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. 90 ഡേയ്സ് പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബുക്ക് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം. പിന്നെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഇപ്പോൾ ചെറുപ്പക്കാർ ഇതെവിടെ നിന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എന്ന് വെച്ച് വയസ്സായവർക്ക് പറ്റില്ല എന്നല്ല, കുറച്ചും കൂടെ ടൈം കൂടുതൽ വേണ്ടി വരും, അത്രയേ ഉള്ളൂ. നമ്മൾ ചിലപ്പം ഇവരിപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് പഠിച്ച കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ 4 മണിക്കൂർ വേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എത്ര പ്രായമായ ആളാണെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് ഓക്കെ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഷിലുവിനെ പോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഇപ്പം ഷിലു പ്രൊഫഷണലി ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇനിയിപ്പം UK അതേ ഒരു പ്രൊഫഷനിലാണ് ഇപ്പോൾ പോകുന്നുള്ളത്. അപ്പം ഷിലുവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പം അവിടെ പോയിട്ട് നല്ല ജോബൊക്കെ കിട്ടി ഉഷാറാവട്ടെ. പിന്നെ അവിടെ നിന്നുള്ള ഡ്രൈവിംഗ് വീഡിയോസൊക്കെ ഇങ്ങോട്ട് അയച്ചു തരാനും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പം വാട്സപ്പിലൊക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ട് ഷിലു അവിടെ ഡ്രൈവ് ചെയ്യുന്നത്.
അപ്പോൾ അവിടെയൊക്കെ നല്ല വൃത്തിയുള്ള ഡ്രൈവിംഗ് ആയിരിക്കും, ഇതുപോലെ ആയിരിക്കില്ല. അവിടെയൊക്കെ റോഡ് വളരെ പ്ലസ് പോയിന്റ് ആണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ഒന്നുകൂടെ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും. ഒന്നുകൂടി ഈസി ആയിരിക്കും. കറക്റ്റ്. ഇവിടെ ഭയങ്കര എന്താ പറയുക, റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ആളുകൾ. പക്ഷെ അവിടെ അതൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ഈസി ആയിരിക്കും ഡ്രൈവ് ചെയ്യാൻ. അപ്പം കുറച്ചും കൂടി പീസ്ഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് എപ്പോഴും വേണ്ടത് സമാധാനമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ. അതിപ്പം ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ശരിയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു വെപ്രാളവും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിലുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും ആക്കി പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ നിൽക്കില്ല. അപ്പം അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെയാണ് ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഫീഡ്ബാക്സൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഫീഡ്ബാക്സ് തരുന്നവരുടെയൊക്കെ ഞാനിപ്പോൾ ഇതാ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാവരും ഒന്നും തരുന്നില്ല. ചിലവർക്ക് ചിലതായ പ്രശ്നങ്ങളുണ്ടാവും. നമ്മളാരും അങ്ങനെ നിർബന്ധിക്കാറില്ല. ഷീലുവിനോട് ചോദിക്കുമ്പോൾ ഷീലു ഓക്കെ പറഞ്ഞു നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പം പിന്നെ ഫീഡ്ബാക്ക് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.